രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസിന് മികച്ച വിജയമാണ് കരസ്ഥമാക്കാൻ സാധിച്ചത്. ഇത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും കോൺഗ്രസിന് കരുത്ത് പകരുമെന്ന് തന്നെയാണ് നേതാക്കളുടെ വിലയിരുത്തൽ. കർണാടകയിലെ 4 സീറ്റിലേക്ക് 5 മത്സരാർത്ഥികളായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. അജയ് മക്കൻ, സായിദ് നസീർ ഹുസൈൻ, GC ചന്ദ്രശേഖർ എന്നിവരായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. BJPയിൽ നിന്ന് നാരായണ ബാൻഡെയും JDS സ്ഥാനാർത്ഥിയായി കുബേന്ദ്ര റെഡ്ഡിയും മത്സരിച്ചു. കർണാടക നിയമസഭയിൽ ആകെ 224 അംഗങ്ങളാണുള്ളത്. അതിൽ സ്ഥാനാർത്ഥികളിൽ ഓരോരുത്തർക്കും വിജയിക്കാൻ വേണ്ടിയിരുന്നത് 45 വോട്ടുകളായിരുന്നു. 66 അംഗങ്ങളുള്ള BJPക്ക് 1 സീറ്റിലും കോൺഗ്രസിന് 2 സീറ്റിലും വിജയമാണ് ഉറപ്പിച്ചിരുന്നത്. HD കുമാരസ്വാമിയുടെ പാർട്ടിക്ക് നിയമസഭയിൽ 19 MLA-മാരാണുള്ളത്. BJP MLA-മാരുടെ പിന്തുണയോടെ വിജയം ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു JDS. എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ കോൺഗ്രസിന്റെ 3 സ്ഥാനാർത്ഥികളും BJPയുടെ ഏക സ്ഥാനാർത്ഥിയും വിജയിച്ചു. JDS സ്ഥാനാർത്ഥി കുബേന്ദ്ര റെഡ്ഡി വൻപം പരാജയത്തിനാണ് കീഴടങ്ങിയത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ നിരവധി നേതാക്കളാണ് ഇതിനെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും ആദ്യ റൗണ്ടിൽ തന്നെ ആവശ്യമായ 45,000 വോട്ടുകളുടെ കോട്ട യോഗ്യത നേടി വിജയിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷം എന്നായിരുന്നു KPCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ പ്രതികരിച്ചത്. എന്നാൽ ഈ വിജയം സാധ്യമാക്കിയ കോൺഗ്രസ് നിയമസഭാ അംഗങ്ങളുടെയും തങ്ങൾക്ക് വോട്ട് ചെയ്ത മറ്റ് നിയമസഭാ അംഗങ്ങളുടെയും പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധത, തത്വങ്ങൾ, ജനാധിപത്യ ബോധം എന്നിവയെ ഞാൻ അഭിമാനിക്കുന്നു എന്നായിരുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ BJP വിപ്പ് ലംഘിച്ച് മുൻമന്ത്രി TS സോമശേഖരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. മറ്റൊരു MLA ശിവറാം ഹെബ്ബാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ക്രോസ് വോട്ട് ചെയ്ത ST സോമശേഖരനെതിരെ BJP സ്പീക്കർക്ക് പരാതി നൽകിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശിവറാം ഹെബ്ബയ്ക്കെതിരെയും പാർട്ടി പരാതി നൽകിയേക്കുമെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ കർണാടക തിരഞ്ഞെടുപ്പ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയൊരു ഊർജം തന്നെ പകരുമെന്നതിൽ ഒരു സംശയവുമില്ല.